തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വാരണാസിയിൽ ഫാദർ അനിൽ ദേവ് അച്ഛൻ്റെ കൂടെ ഒരു വർഷം ചെലവഴിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു വർഷമായിരുന്നു അത്. അച്ഛൻ വാരണാസിയിൽ ഒരു ആശ്രമം നടത്തുകയാണ്. ഒരിക്കൽ ഞാനും അച്ഛനും അച്ഛൻ്റെ ടീമിലെ അംഗങ്ങളും കൂടെ വാരണാസിയിൽ നിന്ന് ഡൽഹിക്ക് ഒരു ധ്യാനത്തിനായിട്ട്, ഒരു കൺവെൻഷനായിട്ട് പോവുകയായിരുന്നു. അന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേരുടെയും ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞങ്ങൾ ഓരോ ദിവസവും നോക്കും ടിക്കറ്റ് കൺഫേംഡ് ആകുമോ എന്ന്. പക്ഷേ ടിക്കറ്റ് കൺഫേംഡ് ആയില്ല. അവസാനം ഞങ്ങളുടെ യാത്രയ്ക്കുള്ള ദിവസം വന്നു, ടിക്കറ്റ് കൺഫേംഡ് ആയില്ല. ഇനി TTE കനിയണം. ടിക്കറ്റ് എക്സാമിനറുടെ കനിവിലാണ്. അദ്ദേഹം മനസ്സ് വെച്ചാൽ ടിക്കറ്റ് കിട്ടും, ടിക്കറ്റ് കൺഫേംഡായി കിട്ടും. ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ കയറി TTE നോക്കിയിരിക്കുകയാണ്. TTE വന്ന് ടിക്കറ്റ് എങ്ങനെയെങ്കിലും കൺഫേംഡായി കിട്ടാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവസാനം TTE വന്നു. TTE വന്നപ്പോൾ അച്ഛൻ ടിക്കറ്റ് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞങ്ങൾ 5 പേരുണ്ട്, ഞങ്ങൾ ഡൽഹിയിൽ ഒരു കൺവെൻഷനായിട്ട് പോവുകയാണ്, എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഒന്ന് കൺഫേംഡാക്കി തരണം. വാരണാസിയിൽ നിന്ന് ഡൽഹിക്ക് ഒരു 15 മണിക്കൂർ യാത്രയുണ്ട്, ഒരു ഓവർനൈറ്റ് ജേർണിയുണ്ട്. അന്നേരം TTE അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞു, സാറിന് അറിയാമല്ലോ ടിക്കറ്റ് കൺഫേംഡായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. സാറിനറിയാമല്ലോ ടിക്കറ്റ് കൺഫേംഡായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. എനിക്ക് തരാനുള്ളത് ഇങ്ങ് തന്നേക്ക്, ഞാൻ ടിക്കറ്റ് കൺഫേംഡാക്കി തരാം. ആ TTE പറഞ്ഞു, എനിക്ക് തരാനുള്ളത് ഇങ്ങ് തന്നേക്ക്, ഞാൻ ടിക്കറ്റ് കൺഫേംഡാക്കി തരാം. ഈ അച്ഛൻ ഫാദർ അനിൽ ദേവ് ആ TTE ഇങ്ങനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു, സാർ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. സാർ ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്. എൻ്റെ വിശ്വാസ ബോധ്യങ്ങൾക്ക്, എൻ്റെ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമാണ് കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി മേടിക്കുന്നതും. അതുകൊണ്ട് സാർ ഞാൻ ഒരിക്കലും കൈക്കൂലി തരില്ല. സാറിന് ടിക്കറ്റ് കൺഫേംഡ് ആക്കി തരേണ്ടതാണെങ്കിൽ, സാധിക്കത്തില്ലെങ്കിൽ തരണ്ട, ഞങ്ങൾ ട്രെയിനിൻ്റെ തറയിലിരുന്ന് യാത്ര ചെയ്തോളാം. പക്ഷേ ഒരിക്കലും കൈക്കൂലി തന്നിട്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് കൺഫേംഡായി വേണ്ട. ആ TTE അച്ഛനെ ഒന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കാണുകയാണല്ലോ എന്ന രീതിയിലൊന്ന് തറച്ചു നോക്കിയിട്ട് ആ വ്യക്തി ഞാൻ കടന്നുപോയി. ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചു, ഇനി എന്തായാലും ടിക്കറ്റ് കൺഫേംഡായി കിട്ടത്തില്ല, നമുക്ക് തറയിലിരുന്ന് പോകാം. അങ്ങനെ ഞങ്ങൾ പേപ്പറൊക്കെ എടുത്തിട്ട് തറയിലിരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ TTE തിരിച്ചു വന്ന് ഞങ്ങൾക്ക് 5 പേർക്കും ടിക്കറ്റ് കൺഫേംഡ് ചെയ്തു തന്നു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്. പക്ഷെ ഞാനിത് ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു വൈദികൻ ഒരു സന്ദേഹവുമില്ലാതെ വ്യക്തതയോടെ പറഞ്ഞു, ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, എൻ്റെ വിശ്വാസത്തിനെതിരായിട്ട് എനിക്ക് ഒരു ലാഭം വേണ്ട. പ്രിയപ്പെട്ടവരെ, ആ ഒരു വ്യക്തി വിശ്വാസത്തിന് സാക്ഷ്യം നൽകി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ, കർത്താവിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നവരാണോ നമ്മൾ?
നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ യേശുവിന് സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അതോ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഞാൻ യേശുവിനെ മറക്കാറുണ്ടോ? യേശുവിനെ മറന്ന്, യേശുവിൻ്റെ വചനം മറന്ന്, യേശുവിൻ്റെ സത്യങ്ങൾ മറന്ന് താൽക്കാലിക സന്തോഷങ്ങളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ നാമം ഏറ്റുപറയുന്നവനെ ഞാനും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഏറ്റുപറയുമെന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മളായിരിക്കുന്നിടത്ത് യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ, യേശുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.